അമേരിക്കയും ഇന്ത്യ അമേരിക്കയുടെ മുന്നിൽ മുട്ടുകുത്തി മോദി തോറ്റു തുന്നം പാടി ഇന്ന് KC വേണുഗോപാൽ പറയുന്നതായിട്ട് ഇതിനേക്കാളും നല്ലത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് ട്രംപിനെ അവരോധിച്ചാൽ പോരിയെന്ന്. ഇവരുടെ കാലത്ത് നടന്ന സംഭവങ്ങളൊന്നും മിണ്ടിയാൽ KC വേണുഗോപാല് ഓടി തള്ളേണ്ടി വരും. അതുകൊണ്ട് മിണ്ടുന്നില്ല. അങ്ങനെ പ്രതിപക്ഷം ഇങ്ങനെ ഭയങ്കര എന്താണെന്ന് കേൾക്കാതെ ഇങ്ങനെ വലിയ രീതിയിൽ ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വരികയാണ്. ട്രംപിന് മുന്നിൽ ഇന്ത്യ മുട്ടുമടക്കി, മോദി മുട്ടുമടക്കി, നമ്മുടെ എല്ലാം അങ്ങ് ഒലിച്ചു പോയി എന്നൊക്കെയാണ്. യഥാർത്ഥത്തിൽ ട്രംപിന് മുന്നിൽ ഇന്ത്യ മുട്ടുമടക്കിയോ? പ്രതിപക്ഷം പറയുന്ന വാചകം അനുസരിച്ചാണെങ്കിൽ പ്രതിപക്ഷം ഇപ്പൊ നല്ലൊരു മനോഹരമായൊരു ആയുധം പ്രതിപക്ഷത്തെ അടിക്കാനായിട്ട് മോദിക്ക് കൊടുത്തിരിക്കുക. അത് സ്ഥിരം അവരുടെ പരിപാടിയാണല്ലോ. മോദി ട്രംപിന്റെ മുമ്പിൽ മുട്ടുമടക്കിയില്ല എന്ന് മാത്രമല്ല, ട്രംപ് ഇപ്പോൾ ഏകപക്ഷീയമായിട്ടൊരു പ്രസ്താവന നടത്തി ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യാൻ പോവുക എന്നുള്ളത് ഇന്ത്യയോട് പറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇന്ത്യ ഗവൺമെന്റ് ഔദ്യോഗികമായിട്ട് ഇതേക്കുറിച്ച് ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. മോദി ട്വീറ്റ് ചെയ്ത് പോലും ട്രംപിന്റെ ഒരു പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്തുകൊണ്ടാണ്. അപ്പൊ ട്രംപ് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നത് ട്രംപാണോ, അതായത് വാഷിങ്ടൺ ആണോ ഇന്ത്യയെ ഭരിക്കുന്നത്, നമ്മുടെ കാര്യം തീരുമാനിക്കുന്നതെന്നാണ് ഇപ്പൊ പ്രതിപക്ഷം ചോദിക്കുന്നത്. ട്രംപ് എന്തെങ്കിലും പറഞ്ഞാൽ അത് ഇന്ത്യയുടെ നയമാകുന്നത് എങ്ങനെ? ഇന്ത്യയുടെ നയം എന്ന് പറയുന്നത് ഇന്ത്യയുടെ, ഞാൻ ജനിച്ചപ്പോഴേ ബുദ്ധിയില്ലാത്തവനാണ്. ഓക്കെ, അതെ, ഇന്ത്യയുടെ നയം എന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെന്റ് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കും. അത് ട്രംപ് പറയുന്നത് പോലെ അല്ല എന്നുള്ളത് ഇതിനു മുമ്പ് ട്രംപ് പറഞ്ഞ വാചകങ്ങൾ വെച്ച് നോക്കിയാൽ ഉറപ്പല്ലേ? ഇതിനു മുമ്പ് ട്രംപ് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു, ഇന്ത്യ പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യം ട്രംപിനെ പ്രകോപിപ്പിക്കുന്നില്ല. ഇന്ത്യ ഒരു രാജ്യത്തെയും പ്രകോപിപ്പിക്കാറില്ല. ഇവൻ പാകിസ്ഥാനോട് പോലും അന്താരാഷ്ട്ര മര്യാദ ലംഘിക്കുന്ന വാചകങ്ങളൊന്നും നമ്മൾ നടത്താറില്ല. അവരുടെ ന്യൂക്ലിയർ ആയതുകൊണ്ടെന്ന് പറഞ്ഞപ്പോഴും നമ്മൾ എങ്ങനെ പ്രതികരിച്ചെന്ന് അറിയാമല്ലോ. അപ്പൊ ട്രംപിനോട് നമ്മൾ അതേ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. ഇവിടെ ഇപ്പോ ഒബാമയുടെ ഭരണകാലത്ത് 2009 മുതൽ 2017 വരെയാണ് അദ്ദേഹം ഭരിച്ചുകൊണ്ടിരുന്നത്. ഏറ്റവും മികച്ച ബന്ധമായിരുന്നു ഇന്ത്യയുമായിട്ടുള്ളത്. ഒബാമയ്ക്ക് ശേഷം ട്രംപ് വന്നു. ഒബാമയ്ക്ക് ശേഷം ട്രംപ് വന്നപ്പോൾ ഒബാമ നമ്മൾക്ക് നൽകിയ പ്രത്യേക പരിഗണനകളെല്ലാം ട്രംപ് എടുത്തു കളഞ്ഞു. ട്രംപ് എടുത്തു കളഞ്ഞു എന്ന് മാത്രമല്ല, നമ്മൾക്ക് അധിക നികുതി, അതായത് ഈ ഒബാമയുടെ കാലത്ത് ഉണ്ടായിരുന്ന GSP എന്ന് പറയുന്ന പ്രത്യേക പരിഗണന ഉണ്ടായിരുന്നു. H1B വിസ നമ്മുടെ IT മേഖലയ്ക്ക് ഉദാരമായിട്ട് നൽകുന്ന നയമുണ്ടായിരുന്നു. US കയറ്റുമതി അനുവദിച്ചിരുന്നു. പലതും 0 താരിഫിലാണ് നമ്മൾ അങ്ങോട്ട് കയറ്റുമതി ചെയ്തിരുന്നത്. എന്നാൽ ട്രംപ് വന്നതോടുകൂടി ഇതെല്ലാം മാറ്റിയിട്ട് നമ്മൾക്ക് താരിഫ് ഏർപ്പെടുത്തി. അമേരിക്ക ഫസ്റ്റ് എന്ന നയമായിരുന്നു അദ്ദേഹം കൊണ്ടുവന്നത്. 2017 മുതൽ 2021 വരെയുള്ള അദ്ദേഹത്തിന്റെ കാലത്ത് GSP റദ്ദാക്കിയെന്ന് മാത്രമല്ല, നമ്മൾ അതിനു മുൻപ് ഏകദേശം അമേരിക്കയുമായിട്ട് നടത്തിയ വ്യാപാരങ്ങളിലേക്കാൾ കൂടുതൽ താരിഫിലേക്ക് വന്നു. $6 ബില്യൺ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കാണ് ട്രംപ് വന്നതിന് ശേഷം താരിഫ് ഉൾപ്പെടുത്തിയത്. ട്രംപിന്റെ ആദ്യ ടൈമിൽ എന്ന് ഓർക്കണം. അപ്പൊ ട്രംപിന്റെ ഒരു സ്വഭാവം ഇതായിരുന്നു. ട്രംപ് വരച്ചവരയിൽ മറ്റു രാജ്യങ്ങളെ നിർത്താനായിട്ട് ശ്രമിച്ചു. മിക്കവാറും എല്ലാ രാജ്യങ്ങളും നിന്നപ്പോഴും ഇന്ത്യ നിന്നില്ല. ഇന്ത്യ നിന്നില്ല എന്ന് മാത്രമല്ല, അവരെ പ്രകോപിപ്പിച്ചുകൊണ്ട് 2 കാര്യങ്ങളാണ് ചെയ്തത്. അതായത് യൂറോപ്പും അമേരിക്ക ഒന്നിച്ച് റഷ്യക്കെതിരെ യുദ്ധസമാനമായ രീതിയിൽ നിന്നപ്പോൾ, സെലൻസ്കിയുടെ പിന്നിൽ അണിനിരുന്നപ്പോഴും നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ യുദ്ധത്തെക്കുറിച്ച് വളരെ മൈൽഡായിട്ടുള്ളൊരു വാചകമാണ് പറഞ്ഞത്. 2 രാജ്യങ്ങളും യുദ്ധത്തിൽ നിന്ന് പിന്മാറണം. റഷ്യയിൽ ചെന്ന് നമ്മുടെ പ്രധാനമന്ത്രി അങ്ങനെയാണ് പ്രഖ്യാപനം നടത്തിയത്. അമേരിക്ക പ്രതീക്ഷിച്ചൊരു പ്രഖ്യാപനമോ റഷ്യ പ്രതീക്ഷിച്ച പ്രഖ്യാപനമോ പോലും നടത്തിയില്ല. അവിടെയും നമ്മൾ ബാലൻസ്ഡ് ഡിപ്ലോമസിയാണ് നടത്തിയത്. ശേഷം നമ്മൾ തിരിച്ചു വന്നാൽ നമ്മൾ അവരുമായിട്ട് ഓയിൽ വാങ്ങിക്കുന്നു. ഓയിൽ വാങ്ങിക്കുമ്പോൾ നമ്മൾ വാങ്ങിച്ചത് മൊത്തം ഇന്ത്യൻ രൂപയിലായിരുന്നു. റൂബിൾ വ്യാപാരമായിരുന്നു റഷ്യയുമായിട്ട് ഓയിൽ കച്ചവടത്തിൽ നമ്മൾ പുലർത്തിയത്. സാധാരണഗതിയിൽ കുറച്ച് വർഷം പിന്നോട്ട് പോയാൽ മതി, ഇന്റർനാഷണലി എല്ലാ ക്രൂഡിന്റെ വ്യാപാരവും നടത്തിയിരുന്നത് ഡോളർ വഴിയായിരുന്നു. ആ ഡോളർ വഴി ക്രൂഡിന്റെ വ്യാപാരം നടത്താൻ വേണ്ടിയാണ് അരാംകോ പോലുള്ള അമേരിക്കയുടെ ഇന്റർനാഷണൽ എണ്ണ കമ്പനികളെല്ലാം ഗൾഫ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത്. മിക്കവാറും ഗൾഫിലെ എല്ലാ എണ്ണ കമ്പനികളും വലിയ നിക്ഷേപമുണ്ട് അമേരിക്കൻ കമ്പനികൾക്ക്. അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഡോളർ വ്യാപകമായിട്ട് ഇതിനു വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇദ്ദേഹം പറയുന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയില്ലെന്ന്. ആരാ പറഞ്ഞു? ഡൊണാൾഡ് ട്രംപാണ് പറഞ്ഞത്. ഇന്ത്യ ഗവൺമെന്റ് എവിടെ പറഞ്ഞു? ഇന്ത്യ ഗവൺമെന്റ് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല ഞങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയില്ലെന്ന് പറഞ്ഞിട്ടില്ല. ഇവർക്ക് ഇന്ത്യ ഗവൺമെന്റിന്റെ നയം എന്താണെന്ന് അറിഞ്ഞുകൂടെ? ഇന്ത്യ ഗവൺമെന്റ് പറയാത്തിടത്തോളം നിലവിലുള്ള നയത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. അടുത്തത് വെനസ്വേലയിൽ നിന്ന് വാങ്ങിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതും ഇന്ത്യ പറഞ്ഞിട്ടില്ല. ഇന്ത്യക്ക് വെനസ്വേലയിൽ ഇന്ത്യയിൽ ഓയിൽ പ്ലാറ്റ്ഫോം ഇന്ത്യക്ക് നിലവിലുള്ളതാണ്. പക്ഷെ അത് യുദ്ധം വന്നപ്പോൾ നമ്മൾക്ക് കുറച്ച് ആക്റ്റീവായിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് എണ്ണ കിട്ടാവുന്ന രീതിയിലായി. നേരത്തെ അത്ര ആയിരുന്നില്ല. അമേരിക്ക ഉപരോധം ഉണ്ടായിരുന്നു മറുപടി പിടിക്കുന്നത് വരെ. ഓക്കെ, ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത്
നമ്മൾ അവിടെ നിന്ന് വാങ്ങിക്കും എന്ന് പറയുന്നത് നമ്മൾ ഡോളർ കൊടുത്ത് വാങ്ങിക്കും എന്ന പ്രതീക്ഷയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത്. ഇപ്പൊ ഡോളർ പരിങ്ങലിലാണ്. ഡോളറിന്റെ അന്താരാഷ്ട്ര മൂല്യം അല്ലെങ്കിൽ അതിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബ്രിക്സ് അതിന്റെ സ്വന്തം കറൻസിയിലേക്ക് പോകുന്നു. അതേപോലെ തന്നെ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ ഇപ്പോൾ യൂറോപ്യൻ യൂണിയനുമായിട്ട് നമ്മൾ കരാറുണ്ടാക്കിയതും ഈ യൂറോയിലും ഇന്ത്യൻ കറൻസിയിലും വ്യാപാരം നടക്കില്ലെന്ന് പറയാൻ പറ്റുകയില്ല. കാരണം ആ രീതിയിലുള്ള ചർച്ചകൾ ഇതിന്റെ പിന്നാലെ വരുന്നുണ്ട്. അപ്പൊ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഡോളർ ഒറ്റപ്പെടുക എന്ന് പറഞ്ഞാൽ അമേരിക്കന്റെ ഫെഡറൽ റിസർവിനെ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമാണത്. ആ പ്രശ്നത്തെ മറികടക്കണമെങ്കിൽ ഇന്ത്യയുമായിട്ടൊരു കരാർ ഉണ്ടാക്കുക അമേരിക്കയുടെ ആവശ്യമാണ്. ഇനി കരാറിൽ നിന്ന് ഏകപക്ഷീയമായിട്ട് വലിയ താരിഫൊക്കെ ഇപ്പൊ 18 കുറച്ച മനുഷ്യനെ വലിയ താരിഫുമായിട്ടല്ലേ മുന്നോട്ട് പോയത്. 500% താരിഫൊക്കെ അദ്ദേഹം പ്രഖ്യാപിച്ചില്ലേ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. എന്തേ പോകാറുന്നത്? പോയാൽ അമേരിക്കയിലെ അതിരൂക്ഷമായ വിലക്കയറ്റം ഉണ്ടാകും. ഇന്ത്യയെ പോലൊരു രാജ്യത്തിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന അവരുടെ ഇന്ത്യയെ സംബന്ധിച്ച് അമേരിക്ക ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായിരുന്നു. ഇന്ത്യ വളരെയധികം ഉൽപ്പന്നങ്ങൾ അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്ന അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ സഹായകരമാണ്. കാരണം ഇവിടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറവാണ്. അതേപോലെ തന്നെ രൂപയുടെ വാല്യൂ കുറവാണ്. അപ്പോൾ ഡോളറിന് കൂടുതൽ സാധനം കൊടുക്കാൻ നമുക്ക് സാധിക്കും. നഷ്ടം എങ്ങനെ പറ്റി? ഈ താരിഫ് കൂട്ടിയപ്പോൾ നമ്മളുടെ സാധനങ്ങൾക്ക് അവിടെ വില കൂടി. സ്വാഭാവികമായിട്ടും മറ്റ് രാജ്യങ്ങൾ, ചൈനയിൽ നിന്നുള്ള അവശ്യ വസ്തുക്കൾ അമേരിക്ക പ്രോത്സാഹിപ്പിക്കുന്നില്ല, യൂറോപ്യന്മാർ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അപ്പോൾ അമേരിക്കൻ ഗവൺമെന്റിന്റെ നയങ്ങൾക്ക് വിരുദ്ധമായാണ് ഡൊണാൾഡ് ട്രംപ് ഇത്ര നാൾ നമ്മളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അവരുടെ ധനകാര്യ വിദഗ്ധർ പലരും അത് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവസാനം നമ്മൾ വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ ഡൊണാൾഡ് ട്രംപ് ട്വീറ്റ് ചെയ്തിരിക്കുകയാണ്, ഞങ്ങൾ ഇത് അങ്ങ് എഗ്രിമെന്റ് ആക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഓക്കെ, നമ്മളതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. സ്വാഗതം ചെയ്തതല്ലാതെ കരാറായെന്ന് മോദി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അമേരിക്കൻ പ്രസിഡന്റ് പല കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ യുദ്ധം നിർത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞില്ലേ? ഇന്ത്യ അത് അങ്ങനെയല്ലെന്ന് വ്യക്തമായി പറഞ്ഞില്ലേ? എന്നിട്ട് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞില്ലേ? ഇവർക്ക് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കണം, ഒന്നുമില്ല ഇവർക്ക് ഉപയോഗിക്കാൻ. വീണ് കിട്ടുന്നതിനെ മുൻപിന്നെ ആലോചിക്കാതെയാണ് ഉപയോഗിക്കുന്നത്. വോട്ട് ചോരി എന്ന് പറഞ്ഞ ആരോപണമായിട്ട് വന്നു. എന്ത് സംഭവിച്ചു? ചൗക്കീദാർ ചോർഹെ എന്നും പറഞ്ഞു വന്നു. അത് ഇന്നലെ ലോക്സഭയിൽ ഒരു രാഖി ബിർള, ആം ആദ്മി പാർട്ടിയുടെ ഒരു നേതാവാണ്. അവര് പറയുന്നത് കേട്ടു, ചായക്കടക്കാരനോടാണ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് ഞാനൊരു ടെഡി ബെയറിനെയാണ് ഉദ്ദേശിച്ചത്, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ഇവർ ചിന്തിക്കേണ്ടത് ഈ വലിയ പാണ്ഡിത്യമുള്ളവർ മാത്രമല്ല ചായക്കടക്കാരനും ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാം. അത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശക്തിയാണ്. ഇവരെ പോലെ നെഹ്റു കുടുംബത്തിൽ ജനിച്ചാൽ മാത്രം അലങ്കരിക്കാവുന്ന ഒരു പദവിയല്ല അത് കാണിച്ചു കൊടുത്തത്. കറണ്ടിയുമായി ജനിക്കാത്ത ആൾക്കും ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാം. നാളെ ഒരു ഓട്ടോറിക്ഷക്കാരനും ആകാം, ചുമട്ടുതൊഴിലാളിക്കും ആകാം, മരം വെട്ടുകാരനും ആകാം. ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലേക്ക് നടന്നു കയറാം എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് ബി ജെ. അതുപോലും മനസ്സിലാക്കാതെയാണ് ഈ ചായക്കടക്കാരൻ എന്നൊക്കെ പറഞ്ഞു കിടന്ന്. ചായക്കടക്കാരനൊക്കെ ഇത്രയും അറപ്പും വെറുപ്പുമാണോ? അതാണ് കോൺഗ്രസിന്റെ സംസ്കാരം. മറുവശം കെ.സി. വേണുഗോപാൽ ഇത് പറയുമ്പോൾ നമ്മൾ ഇതിന്റെ മറുവശം കൂടെ ഒന്ന് ചിന്തിച്ചു നോക്കും. ഇപ്പോ 18%, 25% നിന്ന് 18% അവർ കുറച്ചപ്പോൾ ആശ്വാസം യഥാർത്ഥത്തിൽ ആർക്കാണ്? അമേരിക്കയിലെ ജനങ്ങൾക്കാണ്. അമേരിക്കയിലെ ജനങ്ങൾക്ക് വില കുറഞ്ഞ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ ലഭ്യമായി തുടങ്ങി, അല്ലെങ്കിൽ ഇത് ലഭ്യമായി തുടങ്ങി. ഇത് ആരുടെ ആവശ്യമാണെന്നേ? ഇന്ത്യക്ക് വേറെ മാർക്കറ്റ് ഇന്ത്യ ഉണ്ടാക്കി. ഇന്ത്യ വേറെ മാർക്കറ്റ് ഉണ്ടാക്കി. ഇനി അമേരിക്കയിലേക്ക് പോയില്ലെങ്കിൽ ഇപ്പൊ നമ്മളുടെ ചെമ്മീൻ ഉൽപ്പന്നങ്ങൾ, മത്സ്യ സംസ്കരണ മേഖല അമേരിക്കയെ ആശ്രയിച്ചാണ് ബഹുഭൂരിപക്ഷം നിന്നത്. എവിടെയെങ്കിലും ഏതെങ്കിലും പ്രശ്നം നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കണ്ടിട്ടുണ്ടോ? ഇത്ര നാളായല്ലോ ഒരു പ്രശ്നം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ ടെക്സ്റ്റൈൽ മേഖലയിൽ എന്തെങ്കിലും പ്രശ്നം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല. പിന്നെ നമ്മൾക്ക് ജെംസിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിലോ എഞ്ചിനീയറിംഗ്, സ്റ്റീല്, അലുമിനിയം ഇവയുടെയൊക്കെ കാര്യത്തിൽ അമേരിക്ക നമ്മൾക്ക് 25% ട്രംപ് വന്നതിന് ശേഷം സ്റ്റീലിന് തീരുവ ഉണ്ടാക്കിയത്. അതേപോലെ തന്നെ അലുമിനിയത്തിന് 11% തീരുവ കൂട്ടിയായിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മുടെ ഉൽപാദനം ശരിയായ രീതിയിൽ നടക്കുകയും വ്യവസായം കുതിച്ചു പായുകയും മറ്റു രാജ്യങ്ങളിൽ വിപണി നമ്മൾ കണ്ടെത്തുകയും ചെയ്തു. അമേരിക്കയുടെ ആവശ്യമാണ് അമേരിക്കയിൽ സാധനങ്ങൾ വില കുറച്ച് കിട്ടുക, അവിടുത്തെ ജനങ്ങളെ ഭക്ഷ്യസുരക്ഷയിലേക്കും മറ്റ് അവശ്യ വസ്തുക്കളുടെ ക്ഷാമമില്ലാത്ത അവസ്ഥയിലേക്കും വിലക്കയറ്റമില്ലാത്ത അവസ്ഥയിലേക്കും എത്തിക്കാൻ അമേരിക്കയുടെ ആവശ്യമുള്ളത് കൊണ്ട് അമേരിക്ക നമ്മളുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. അതിന് കെ.സി. വേണുഗോപാൽ പറയുകയാണ്, നമ്മൾ അവരുടെ മുമ്പിൽ കീഴടങ്ങി എന്ന് പറഞ്ഞാൽ ഇത്ര ബാലിശമാണ്. ഒരു കരാർ ഉണ്ടാക്കുമ്പോൾ അതേ സംബന്ധിച്ച് പാർലമെന്റിൽ പ്രസ്താവന നടത്തും ഗവൺമെന്റ് എന്ന് മാത്രമല്ല, ഇതേ സംബന്ധിച്ചുള്ള ബില്ലിന്റെ കരട് രൂപങ്ങൾ, അതിന്റെ ഒരുപാട് ചർച്ചകൾ ഇതെല്ലാം നടക്കും. അതിനുശേഷമേ കരാറാകൂ. അപ്പൊ കരാറായിട്ടില്ല എന്ന് ഇവർക്കറിയാം. ഇവരുടെ പാർലമെന്റേറിയന്മാരാണല്ലോ, ഇവർക്കറിയാം.
അറിയാത്തൊരു കാര്യം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുമ്പോൾ ഭരണപക്ഷം കൊടുക്കുന്ന മറുപടിയിൽ ഈ റാഫേലിന്റെ വിഷയത്തിൽ ചീറ്റിപ്പോയതുപോലെ തന്നെ ഇവർ വീണ്ടും നനഞ്ഞ പടക്കം കത്തിച്ചെറിയുന്നത് പോലെയാണ് സംഭവം.